ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് സമൂസ ഉണ്ടാക്കാം. ഒരു ചെറിയ പാർട്ടിക്ക് വേണ്ട 100 സമൂസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 5 വെല്ലുള്ളി ചേർത്ത് കൊടുക്കാം. സവാള വേഗം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂണ് നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ പച്ചമുളക് ഒരു 6 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കടിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിയതാക്കിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പച്ചമുളകൊക്കെ എടുത്ത് മാറ്റി വെക്കാം. അതിൻ്റെ എരിവൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം പച്ചമുളക് മാറ്റി വെക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയതാക്കിയിട്ട് ചോപ്പ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് 1.5 കപ്പോളം മല്ലിയില ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ചൂട് തട്ടി ഒന്ന് വാടട്ടെ. ആ വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 250 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലില്ലാത്ത പീസാക്കിയിട്ട് നമ്മളിപ്പോൾ ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതൊന്നും ഇതുപോലെ കൈകൊണ്ട് പിച്ചി എടുത്തതാണ്. എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം ബോൺലെസ് പീസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മൂടി വെക്കാം. ഇനി അതിൽ ഇരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പം നമുക്കതിൻ്റെ ഷീറ്റ് എങ്ങനെ നോക്കാം. ഇതുപോലെയാണ് ഷീറ്റ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് റൗണ്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു സമൂസൻ്റെ ഷീറ്റ് ഇതിപ്പോൾ മൈദയും അതുപോലെ വെള്ളം കൂടിയുള്ള മിക്സാണ്. അതൊന്ന് ഈ ഷീറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഈ സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ തേച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മാത്രം മസാല ഫില്ല് ചെയ്യാം. ഒരുപാട് മസാല ഫില്ല് ചെയ്താൽ ഒട്ടും രസം ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് മസാല ഫില്ല് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു 1 ടീസ്പൂൺ വരെ മസാലയാണ് ഫില്ല് ചെയ്യണത്. ഒരുപാടൊന്നും ഫില്ല് ചെയ്യരുത്. ഫില്ലിങ് കുറവുള്ളതാണ് സമൂസക്കൊക്കെ ഒരുപാട് ടേസ്റ്റ് ഉള്ളത്. അതൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇവിടെയും നമുക്ക് ഇതുപോലെ മൈദയും വെള്ളവും കൂടിയുള്ള മിക്സ് തേച്ച് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ റോൾ ചെയ്തത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഇപ്പോൾ നമുക്ക് എല്ലാതും റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചെണ്ണം റോൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് കുറേശ്ശെ ആയിട്ട് പൊരിച്ച് കോരിയെടുക്കണം.
നല്ലോണം ചട്ടി ചൂടായി എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകുന്ന ഒന്നാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക, അത് മാത്രം മതി. വേഗം വേഗം തിരിച്ചു മറിച്ചിട്ടിട്ട് വേഗം എടുക്കുക. സെക്കൻഡ്സുകൾ കിടത്തിയാൽ മതി. അപ്പുറം ഇപ്പുറം ഒക്കെ ഒരുപാട് കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്നാകെ കരിഞ്ഞ് മുരിഞ്ഞ് പോവുള്ളൂ. നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. സ്ഥലമുള്ളതിനനുസരിച്ചിട്ട് എല്ലാം തൊട്ടുകൊണ്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടിയ 100ഓളം സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. നമുക്ക് 100ഓളം സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസകളാണ്. എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.